കൂട്ടുകാരെ, ഇന്ന് ഞാൻ മഴയൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു കവിതയാണ്. റോബർട്ട് ഫ്രോസ്റ്റ്, അമേരിക്കൻ പോയറ്റാണ്. 1963 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യാണ്. ഒരു സ്നോയി ഈവനിങ്ങില് യാത്ര ചെയ്യുമ്പോൾ വൂഡ്സ് കണ്ടിട്ട് അവിടെ കുറച്ച് നേരം നിൽക്കുകയാണ്. വൂഡ്സ് വളരെ മനോഹരാണ്. അപ്പോൾ അദ്ദേഹം നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ആലോചിക്കുകയാണ്, ഇങ്ങനെ ഇങ്ങനെ നിന്ന് ആസ്വദിച്ചാൽ പോരാ, എനിക്ക് കുറെ ജീവിതത്തിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അത് ഞാൻ നിറവേറ്റേണ്ടതാണ്, അതുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം മനോഹരമായിട്ട് ആ കവിത പറയുന്നുണ്ട്. ഞാൻ 4 വരി മാത്രമേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വളരെ നമ്മുടെ ജീവിതത്തിനോട് നമ്മളത് സാമ്യപ്പെടുത്തുമ്പോൾ വളരെയധികം അർത്ഥവത്തായി, മീനിങ് ഫുൾ ആണ്, യൂസ്ഫുൾ ആണ്. നോക്കാം. ദ സ്റ്റോപ്പിംഗ് ബൈ വൂഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്നാണ് ആ കവിതയുടെ പേര്. ആ വൂഡ്സ് അദ്ദേഹം കണ്ട് ആസ്വദിക്കുന്നതാണ്, എന്ന് വെച്ചാൽ പ്രകൃതി ആസ്വദിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ദ വൂഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. ജീവിതം, ദ വൂഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹം കാണുന്നത് ആ പ്രകൃതിയെ കണ്ട് ആസ്വദിക്കുകയാണ്. അത് മനോഹരാണ്, ഡാർക്കാണ്, ഈവനിങ് ടൈം അല്ലേ, അപ്പോൾ അത് ഡാർക്കാണ്, ഡീപ്പാണ് എന്നൊക്കെ പറയുകയാണ് അദ്ദേഹം. പിന്നെ പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് നിന്നാൽ പോരാ, എനിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് ലിറ്ററലി മീനിങ് ആണ്. നമുക്കത് മെറ്റാഫോറിക്കലി ആയിട്ട് ജീവിതത്തിനോട് കണക്ട് ചെയ്തിട്ട് എല്ലാ ഫോംസും ജീവിതത്തിൽ മെറ്റാഫോറിക്കൽ മീനിങ് നമ്മൾ എടുക്കേണ്ടതുണ്ട്, ലിറ്ററലി മാത്രമല്ല. അതായത് ഡയറക്റ്റ് മീനിങ് അല്ല, ലിറ്ററലി മീനിങ് മാത്രമല്ല, മെറ്റാഫോറിക്കലി ആയിട്ടുള്ള മീനിങ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതിന്റെ ഉപമ, സാമ്യം എല്ലാം നമ്മൾ പരിശോധിക്കാം. ഇവിടെ വൂഡ്സ്, ഇവിടെ പ്രകൃതി നമ്മൾക്ക് ലൈഫിനോട് ഉപമിക്കാം. അപ്പോൾ ലൈഫ് മനോഹരമാണ്, ലവ്ലിയാണ്. ലൈഫ് ഈസ് എ ജേണി. ലൈഫ് നമ്മളൊരു യാത്രയാണ്, ജീവിതം ഒരു യാത്രയാണ്, ജീവിതം മനോഹരമാണ്. പക്ഷെ ഈ മനോഹാരിത എത്ര നാളത്തേക്ക് ഉണ്ടാകും എന്ന് നമുക്കറിയാലോ. എപ്പോഴും മനോഹരമായിരിക്കില്ല ജീവിതം. അത് മിസറബിൾ ആണ്, മിസ്റ്റീരിയസ് ആണ്, മിസ്റ്ററിയാണ്. അതായത് ജീവിതം യാത്രയാണ്. ഈ യാത്രയില് പ്രതിസന്ധികൾ ഉണ്ടാവും, അതുപോലെ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവും, സ്ട്രഗിൾസ്, ട്രബിൾസ് എല്ലാം ഉണ്ടാവും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഇത് പരിശോധിച്ചതാണ്. അപ്പൊ അവിടെ നിഗൂഢതയാണ്. ജീവിതം ഒരു രഹസ്യമാണ്, ജീവിതം നിഗൂഢത നിറഞ്ഞതാണ്. നമുക്ക് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പല എക്സ്പീരിയൻസ് നമുക്ക് പലരുടെയും നമുക്ക് അറിയാം. അപ്പൊ അത് മനസ്സിലാക്കി തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിന് സമൂഹത്തോട്, മാതാപിതാക്കളോട് അല്ലെങ്കിൽ സമൂഹത്തോട് ഉള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ തന്നെ പരസ്പരം മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോടും അങ്ങനെ നമ്മുടെ സമൂഹത്തോടൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, ജീവിതത്തിനോടുള്ള ഡ്യൂട്ടീസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ അത് അനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞത്. നമുക്ക് ഫ്രീഡം ഉണ്ട്, അതേസമയം നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പറയണം, എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിനോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് അതൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ജീവിതത്തിലെ ടെംപ്റ്റേഷൻ, ജീവിതത്തിനുള്ള പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് അതിൽ നിന്ന് മാറി നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ജീവിതയാത്രയിൽ. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ലവ്ലിയാണ്, ഡാർക്കാണ്, ഡീപ്പാണ്, മിസറബിൾ ആണ്, മിസ്റ്റീരിയസ് ആണ്, മിസ്റ്ററിയാണ്. അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകണം. പ്രതിസന്ധികളെയൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് ചാലഞ്ചോട് കൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രലോഭനങ്ങളിലൊക്കെ അകപ്പെടാതെ മുന്നോട്ട് പോകണം. ഇങ്ങനെയുള്ള ഈ ഭാഷ പഠിക്കുമ്പോൾ ഈ എത്തിക്സും വാല്യൂസും ഒക്കെ പഠിച്ചു പോയാൽ തന്നെ നമുക്ക് നമുക്ക് ജീവിതം വളരെ മനോഹരമായിട്ട്, വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ ഇനിയുണ്ട് അദ്ദേഹത്തിന്റെ കവിതകളിൽ. ഇനി ഈ 4 വരി മാത്രമാണ് ഇത്രയും ഞാൻ പറഞ്ഞു ഒപ്പിക്കുന്നത്. ഇനി ഇതുപോലെ എത്തിക്സ് ഉള്ള, വാല്യൂസ് ഉള്ള കവിതകൾ നമ്മൾ ചൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാവും. അത്
മനോഹരമാക്കാം. ജീവിതത്തെ നമുക്ക് തന്നെ മനോഹരമാക്കി തീർക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള പല പ്രലോഭനങ്ങളിൽ അകപ്പെട്ടിട്ട്, പല കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടിട്ട് പല കുട്ടികളും, ആൺകുട്ടികളെന്ന് മാത്രമല്ല ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അകപ്പെട്ട് എല്ലാ ദിവസവും നമ്മൾ ആ കേസുകൾ പരിശോധിക്കുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി അധ്യാപകരും മാതാപിതാക്കളും നമുക്കിങ്ങനെ എത്തിക്സ് ഉള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ അത് വളരെ സുന്ദരമായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അടുത്ത ചിന്തയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.